അറിയില്ലേ? ഓ താങ്ക് യു സോ മച്ച്. നൈസ് മീറ്റ് യു. ഓക്കെ ഡൺ. താങ്ക് യു. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ ഹൈദരാബാദാണ്. ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഹൈദരാബാദിലെ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഒന്ന് കറങ്ങി കാണുക, അതേപോലെ ഇവിടുത്തെ ഫുഡ്സ് എല്ലാം ഒന്ന് ട്രൈ ചെയ്യുക. അതാണ് ഇന്നത്തെ പ്ലാൻ ഉള്ളത്. അപ്പോൾ ക്ലാസ്മേറ്റ്സുകളെ കൂടെയാണ് വന്നത് കോളേജിലെ. സോ ഇന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കറങ്ങാമെന്നാണ് പ്ലാൻ. അപ്പോൾ എല്ലാ വിഷ്വൽസും ഞങ്ങൾക്ക് കാണിച്ചു തരാം. ദെൻ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കോമൺ ആയിട്ട് പറയുന്നത് തന്നെ. സോ വിഷ്വൽസ് എല്ലാം കണ്ടോളി. ഇപ്പോൾ നേരെ എല്ലാം എന്തായാലും ഇന്ന് മോർണിംഗ് ആണ് ഞങ്ങൾ ഇവിടെ നിന്ന് എത്തിയത്. ഇന്ന് മോർണിംഗ് എത്തി, റൂമെല്ലാം എടുത്ത് ഫ്രഷായി എല്ലാം കഴിഞ്ഞു. ഞാൻ ഫ്രണ്ട്സെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അവരോട് വന്ന് നേരെ ടൗണിലോട്ട് പോകാമെന്നാണ് പ്ലാന്. അപ്പോൾ നിങ്ങളിന്ന് വീഡിയോസ് എല്ലാം കണ്ടു നോക്കി. ഗായ്സ്, ഫസ്റ്റ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പ്ലാന്. അതിനു വേണ്ടി ഒരു വെജ് റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് വെജ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവിടെ നിന്നാണ്. ഞാൻ സ്റ്റീഫൻ ആൻഡ് ദാബ ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവിടെ നമ്മൾ ബില്ല് പേ ചെയ്യണം. ആ ബില്ല് കൊണ്ടുപോയി ഈ പോർഷനിൽ ഇവിടെ കൊടുത്താലാണ് നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാൻ കഴിയുക. ഇത് അത്യാവശ്യം ഫേമസ് ആയ പ്ലേസ് എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഹൈദരാബാദിൽ. സോ ആൻഡ് ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ ട്രൈ. ഞാൻ ഈ സ്റ്റീഫൻ ആൻഡ് ദാബ. അപ്പോൾ ഒരു 2 സെറ്റ് ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ 2 സെറ്റെങ്കിലും വേണമല്ലോ. സോ 2 സെറ്റ് ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 കഴിച്ചു നോക്കാം. ഗൈസ്, അപ്പോൾ ഇഡ്ഡലി ഇട്ടിട്ടുണ്ട്. ഇനി പോയി കഴിച്ചു നോക്കാം കൊണ്ടുപോയി. മതിയൊന്നും തോന്നുന്നില്ല. നീ എത്ര ഇഡ്ഡലിയാ? 4. നീയോ? 4. അളിയും വേറെയാണ്, കുഴപ്പമില്ല. ഞാൻ 8 ഇഡ്ഡലി. ഇതിമോ ഒതുങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മിക്കവാറും മതിയാകത്തില്ല, വേറെ കാര്യം. സംഭവം പറഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താലും പാളില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഡ്ഡലിയും ചട്നി ആയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ ചായ എന്തായാലും ഇന്നത്തെ ഡേ കിട്ടി, കൊള്ളായില്ല. ചായ കൊടുത്താൽ കാര്യമില്ല. എടാ ഇവിടെ ഇങ്ങനത്തെ തോന്നാതോ, വേറെ ഏത് ഫുഡിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിലും ചായക്ക് നല്ല ടേസ്റ്റ് കാരണം എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. ഇഡ്ഡലി നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗോക്കോട്ട ഫോർട്ട് കാണാമെന്നാണ്. ഇത് ഹൈദരാബാദിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഈ ഗോക്കോട്ട ഫോർട്ട് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇതൊരു 13th സെഞ്ച്വറിയിലൊക്കെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. മീൻസ് സംഭവം വിക്കിപീഡിയ അറിവുകൾ മാത്രമാണ്. അതേപോലെ എന്തായിരുന്നു, കുത്തുബ് ഷാഹി കിങ് 16th and 17th സെഞ്ച്വറിയിൽ ഈ ഒരു റീജിയൻ മൊത്തം റൂൾ ചെയ്തിരുന്നു. അദ്ദേഹമാണ് ഇവിടെ ആ ഒരു 16th and 17th സെഞ്ച്വറിയിലെല്ലാം ഇവിടെ ഭരിച്ചത്. എന്തായാലും ഇന്നിത് മൊത്തത്തിൽ കാണാനാണ്. ഐ മീൻ ഇത് കണ്ടിട്ട് നെക്സ്റ്റ് പ്ലാൻ സെറ്റാക്കിയിട്ട് നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകും. ഇന്നിപ്പോൾ ഇത് കാണാനാണ് പ്ലാന്. സോ നമുക്ക് എന്തായാലും ഉള്ളോട്ട് അങ്ങനെ പോയി നോക്കാം. ഗായ്സ്, ഇതാണ് എൻ്റയർലി ആ കോട്ട. ഇത് പക്ക ലുക്ക് ലൈക്ക് എ മൗണ്ടൈൻ. ഓക്കെ, പിന്നെ മുകളിലോട്ടാണ് ഇനി നടന്നങ്ങ് കയറി എത്താല്ലേ. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്താ പറയുക, അടിപൊളിയാണ്. കറക്റ്റായിട്ട് ഇതിൻ്റെ പർപ്പസ് എന്തായിരിക്കും അന്ന് അവർ ചെയ്ത് വെച്ചാൽ എന്തിനാണെന്നൊന്നും കറക്റ്റ് മനസ്സിലാകുന്നില്ല. ബട്ട് അവിടെ എവിടെയോ ഹിസ്റ്ററിയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമുക്കതിനുള്ള ടൈമില്ല, സോറി. എസ്തെറ്റിക്കായി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്ന ഹൃതിക്. സംഭവം ഗൈസ്, പ്ലേസ് 1 ടൈം വാച്ചബിളാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ പ്ലേസ് ലൈക്കാവുന്നവർക്കും ഒരു കോട്ട, ഐ മീൻ പഴയൊരു സ്ട്രക്ചറിൽ കോട്ട ആ രീതിക്കുള്ള വൈബുകൾ ലൈക്കാവുന്നവർക്കൊക്കെ പറ്റിയ പ്ലേസാണ് കാണാൻ. ഒരുപാട് ഹിസ്റ്ററീസ് ഉറങ്ങിക്കിടക്കുന്ന പ്ലേസാണ്, മനസ്സിലായി കണ്ടപ്പോൾ തന്നെ. ഒരു മൗണ്ടൈൻ്റെ സൈഡ് മൊത്തം കോട്ടയങ്ങ് പണിത് വെച്ചേക്കാണ്. സോ ബെറ്ററാണ്. ബിഗിനിങ് ബ്ലോഗറായ എന്നെ കണ്ടൊരു ഫാൻ ഓട്ടോഗ്രാഫിനായിട്ട് വരുന്നുണ്ട് ഗൈസ്. അതെ, ഞാൻ തന്നെ സ്റ്റോറീസ് ഓൺ അറിയില്ലേ? ഓ താങ്ക് യു സോ മച്ച്. നൈസ് മീറ്റ് യു. ഓക്കെ ഡൺ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എന്താ ചെയ്യുക, 2 വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് ഫാൻസ് എല്ലാം വന്നു ഗൈസ്. ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇങ്ങനെയുള്ള ഫോർട്ടാണെങ്കിലും എന്താണെങ്കിലും എന്താ പറയുക, ഉച്ച ടൈമുകളിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. വന്നാൽ കത്തിക്കഴിഞ്ഞു പോകും, വെള്ളമൊന്നും ഏൽക്കില്ല. നല്ല ചൂടാണ് ഈ ടൈമിലൂടെ. സോ എന്താ പറയുക, നോട്ട് പ്രിഫർ ഉച്ച ടൈം. ഓക്കെ, ഉച്ച ടൈമിൽ ഇത് പ്രിഫർ ചെയ്യാൻ പറ്റിയ പ്ലേസ് അല്ല ഇത്. നല്ല ഹോട്ടാണ് ഗൈസ്. എങ്ങനെയൊക്കെയോ ക്ഷീണിച്ച് മുകളിലോട്ട് നടന്ന് കയറി എത്തിയെങ്കിലും ഒരു കാര്യം സമ്മതിക്കേണ്ടത് തന്നെയാണ്,
കാരണം 13th സെഞ്ചുറിയിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള കൺസ്ട്രക്ട് ചെയ്ത് അവരുടെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിന് തന്നെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം അത്രയും ബെറ്റർ ആയിട്ടാണ് ഓരോ പ്ലേസും കാണുന്നത്. പിന്നീട് പല പ്രശ്നങ്ങളും വന്ന് റീസ്റ്റോറെല്ലാം ചെയ്തിട്ടുണ്ടാവും പല പോർഷൻസ്. പക്ഷെ എങ്കിലും പറയാം, ഓരോ സ്ഥലങ്ങൾ കാണുമ്പം ആ ടൈമിൽ ഒരു 13th സെഞ്ചുറി അതിലൊക്കെ ഇത്രയും ബെറ്റർ ആയിട്ടൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുമെന്നൊക്കെ നമുക്ക് ജസ്റ്റ് തോന്നിപ്പോകും. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. നമ്മൾ ഇവിടുന്ന് വെക്കറ്റ് അടിച്ച് നെക്സ്റ്റ് പ്ലേസിലോട്ട് പോവാണ്. സോ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.